കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരാൾ ഈയിടെ എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞങ്ങൾ രാജസ്ഥാനിലെ ഒരു പൂജയ്ക്ക് പോവുമായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോഴേ ട്രെയിനിൽ വെച്ച് ചോദിച്ചതാണ്. സാറേ, എൻ്റെ കുട്ടി ചെറുപ്പത്തിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ വളരെയധികം പഠിച്ചുകൊണ്ടിരുന്നതാണ്. 10ാം ക്ലാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിലച്ചാതി കഷ്ടിച്ച് ജയിച്ചു കയറി. പിന്നെ അങ്ങോട്ട് വിദ്യാഭ്യാസം ശരിയാവുന്നില്ല. +1 പോയി, ആൾ അവിടെ വെച്ച് നിർത്തി. ITIക്ക് പോയി. ITIക്ക് പോയിട്ട് അവിടെ ശരിയാവുന്നില്ല. ഡിപ്ലോമയ്ക്ക് പോകുന്നുണ്ടെന്നല്ല പുള്ളിക്ക് വൃത്തിയായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്ന പഠിത്തമോ ഒന്നുമില്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വീട്ടിൽ ഇരുന്ന ആൾ പഠിച്ചില്ലെങ്കിലും ആ ക്ലാസ്സിൽ ഇരുന്ന് ആ പറയുന്ന ഒരു ശ്രദ്ധ മതി. ആള് ശരിക്ക് ആ ഒരു ഗ്രാസ്പിംഗ് പവർ ആളിന് കൂടുതലായിരുന്നു. ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല, ആള് പഠിക്കുന്നില്ല. അതിൽ നിന്നാണ് നമുക്ക് ഈ എപ്പിസോഡ് ചെയ്യാനൊരു പ്രചോദനം എനിക്കുണ്ടായത്. അപ്പം പഠിക്കാത്ത കുട്ടിയും കുത്തിയിരുന്ന് പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അതിൽ 3-4 കാര്യങ്ങളുണ്ട്. അതിരാവിലെ എണീറ്റിരുന്ന് പഠിക്കണം. ഉറക്കളച്ച് പഠിക്കാൻ പാടില്ല. ഉറക്കളച്ച് പഠിച്ചാൽ ഒരിക്കലും അത് തലയെ കയറത്തില്ല. തലയിൽ കയറിയാൽ നിൽക്കത്തില്ല. പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെട്ടു പോകും തലേന്ന്. ഒരു 3 മണിക്ക് രാത്രി നേരത്തെ കിടക്കാം. 3 മണിക്കും ഒരു 6 മണിക്കും ഇടയ്ക്ക് വെളുപ്പിനെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും, അത് ചൊട്ടയിലെ ശീലം ചുരല വരെയെന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടി എത്ര നാൾ കഴിഞ്ഞാലും ഈ പഠിക്കുന്ന കാര്യം മറക്കത്തില്ല, തലയിലുണ്ടാവും. ആ സമയം എന്ന് പറഞ്ഞാൽ ശാന്തതയായിരിക്കും. പ്രത്യേകിച്ച് സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. അന്തരീക്ഷമായാലും എല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ പഠിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഗ്രാസ്പിംഗ് പവർ കിട്ടും. പിന്നെ കുത്തിയിരുന്ന് പഠിക്കുന്നില്ല, നല്ലോണം പഠിച്ചുകൊണ്ട് വന്നിരുന്ന ആൾ പഠിക്കുന്നില്ല എങ്കിൽ അതിന് കണ്ണേറ്, നാവേറ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതിന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമുണ്ട്. ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ഏലസ്, വെള്ളി മതി, വെള്ളിയോ ഏതെങ്കിലും ജർമ്മൻ വെള്ളി ഏതും ആവാം, ഒന്ന് വാങ്ങിക്കുക. പാണല് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കിട്ടുന്ന പാണലല്ല, അതിൻ്റെ വേരുണ്ട്. അത് ഈ കൂടിനകത്ത് കയറാവുന്ന അളവിൽ എടുത്ത് നമ്മൾ കൈ പിടിച്ച്, രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് കൈ പിടിച്ച് ഓം സഹസ്രാരഹുംഫൾ എന്ന് പറയുന്ന മഹാസുദർശന മന്ത്രമാണ്. അതിൻ്റെ ഒരു ലഘുവായിട്ടുള്ള മന്ത്രവും. ആ മന്ത്രം ജപിച്ച് ഒരു 108 പ്രാവശ്യമെങ്കിലും കൈ വെച്ച് ജപിച്ച് ഈ കൂടിലാക്കി കുട്ടിയുടെ അരയിൽ കെട്ടിക്കൊടുക്കുക. അതും നമുക്ക് ഈ കണ്ണേർ, നാവേർ അങ്ങനെയുള്ള ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് പറയാം. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ലിപി സരസ്വതി യന്ത്രം, വിദ്യാവിജയപ്രദ യന്ത്രം. വിദ്യാരാജപോലെയൊക്കെ എല്ലാവരും സ്വതവേ ഇടുന്നതാണ്. പലരും പറയും വിദ്യാരാജപോലെ ഒരു ഗുണം ഉണ്ടായിട്ടുമുണ്ട്, ഗുണം ഇല്ലാത്തവരുമുണ്ട്. പക്ഷെ ഇതിനെ വിദ്യാരാജപോലൻ ദോഷമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫലം കൂടുതലുള്ള 2 യന്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞു. വൃത്തിയായിട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും കർമ്മിയെ കൊണ്ട് 7, 9, 11, 41, 21 ഏതെങ്കിലും ദിവസത്തിൽ വെള്ളിയിലോ സ്വർണത്തിലോ എഴുതി പൂജ കഴിച്ച് ധരിക്കുക. പിന്നെ സാരസ്വതം നെയ്യുണ്ട്, അത് വിദ്യാരാജഗോപാല നെയ്യുണ്ട്. അത് ഏതെങ്കിലും ഒരു ഡോക്ടറുടെയോ വൈദ്യരുടെയും കൂടെ നിർദ്ദേശത്തോടെ അത് വാങ്ങിച്ച് ഒരു തിരുമേനിയുടെ കൊടുത്ത് അത് ജപിക്കണം. അത് 1008 അല്ലെങ്കിൽ 5008 സംഖ്യ ജപിച്ച് വൃത്തിയായിട്ട് ജപിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളിനെ കൊണ്ട് ജപിപ്പിച്ച് കുട്ടിക്ക് ഒരു 41 ദിവസം രാവിലെ വെറും വയറ്റിൽ കൊടുക്കുക. കുളിക്കണം നിർബന്ധമില്ല. അന്നത്തെ ദിവസം മത്സ്യമാംസം കഴിക്കരുത്. ഈ ദിവസം വ്രതമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഈ 41 ദിവസം കൊടുത്തു നോക്കിയാട്ടെ, പഠിക്കാത്ത കുട്ടിയും കുത്തിയിരുന്നത് പഠിക്കും. നെയ്യ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് സാരസ്വതം കഷായമൊക്കെ ഉണ്ട്, സ്വർണം ചേർത്തതൊക്കെയാണ്. അപ്പം അത് നല്ല ഏതെങ്കിലും കമ്പനികളുടെ വാങ്ങിച്ച് അത് ജപിച്ച് അത് കഴിക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം, ദേവീക്ഷേത്രമാണെങ്കിൽ വിദ്യാരാജ്ഞി മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. ശിവക്ഷേത്രമാണ് ദക്ഷിണാമൂർത്തി മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ ഈ വിദ്യാരാജഗോപാല മന്ത്രമുണ്ട്, അല്ലെങ്കിൽ വിദ്യാ വിജയപ്രദ മന്ത്രമുണ്ട്. അതുകൊണ്ടുള്ള അർച്ചനകൾ ഒക്കെ ചെയ്യുക. ആഴ്ചയിൽ 1 ദിവസം മതി. അത് ചെയ്ത് അതിൻ്റെ ആ പുഷ്പവും പ്രസാദവും കൊണ്ടുവന്ന് കുട്ടിയെ തൊടിയിച്ച് അതിൻ്റെ പ്രസാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ജപിച്ചുകൊണ്ട് വന്നിട്ട്, അതായത് കദളിപ്പഴം വല്ലതും ജപിച്ചുകൊണ്ട് വന്നിട്ട് അതും കുട്ടിക്ക് കൊടുക്കുക. ഇതുകൊണ്ടൊക്കെ വളരെയധികം മാറ്റം ഉണ്ടാകും. ഇനി ഇതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ചില കുട്ടികളൊക്കെ ഉണ്ടാവും ഈ പണ്ട് അങ്ങനെ മാതാപിതാക്കളോടൊന്നും അങ്ങനെ എതിർത്ത് സംസാരിക്കത്തൊന്നുമില്ല. ഇത് വളരെ എതിർത്ത് ധാർഷ്ട്യപരമായിട്ട് സംസാരിക്കുക, പിന്നീട് ആരെയും കാണണ്ടാത്ത പോലെ പെരുമാറുക, പിന്നീട് ഇവരോട് ഇടപെടേണ്ടാത്ത രീതിയിലുള്ള ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ കാണിക്കുക.
അത് പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ ആർക്കാരും സംശയം ഉണ്ടാവില്ല. ഇതുവരെ കുട്ടി ഇങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ? അപ്പം അതിൻ്റെ പിന്നിലും ഒരു കാരണം ഉണ്ടാവാം. അത് ഉത്തമനായ ജ്യോതിഷനെ കണ്ട് അതിൻ്റെ കാരണം ചിന്തിച്ച് പരിഹരിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും ഒരാളിനോട് ഫോണിൽ കൂടെ ഒരു ആചാര്യനോട് ചോദിക്കാൻ പാടില്ല. നേരിട്ട് അദ്ദേഹം സ്വസ്ഥനായിരിക്കുന്ന സമയത്ത്, സ്വസ്ഥവും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ചോദിച്ച് വിളിച്ച് നാളുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോയി അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പഠിക്കാത്ത കുട്ടിയായാലും കുത്തിയിരുന്ന് പഠിക്കും. വിദ്യാഭ്യാസം കൊണ്ടേ കാര്യമുള്ളൂ. കഴിവുള്ളവരെ ഉറ്റുനോക്കുന്ന ലോകമായിരുന്നു, കഴിവില്ലാത്തവരെ നോക്കത്തേയില്ല. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.